ലാസ്റ്റ് എപ്പിസോഡ് എൻഡായിരുന്നത് ഹീറോയിനാണെങ്കിൽ ഹീറോ താമസിക്കുന്ന ആ ഭാഗത്തേക്ക് എത്തുകയും എന്നാൽ ഹീറോയിനെ അവോയ്ഡ് ചെയ്ത് അവിടുന്ന് ഹീറോ പോകുന്ന ആ ഒരു സീനിലൊക്കെ ആയിരുന്നു. തുടർന്ന് എന്താണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ മുഴുവൻ കാണുക. ഇത് നിങ്ങളുടെ സ്വന്തം ഷട്ടപ്പ് ഡ്രാമാസ്. തുടർന്ന് കാണിക്കുന്നത് ഹീറോയിന് ഭയങ്കരമായിട്ട് ചൂടെടുക്കുവാണ്. അവിടുത്തെ എ സി ആണെങ്കിൽ ശരിക്കും വർക്കാവുന്നില്ല. അവൾ ഭയങ്കരമായിട്ട് പാടുപെടുവാണ്, അതായത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അവിടെയുള്ള ആ ടാപ്പിലെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ ഒരു സാധനവും ഇല്ല. അവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുമാണ്. രാത്രിയിൽ എങ്ങനെയോ കഷ്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും അവളെ ആരോട് വിളിക്കുവാണ്. തുഷാങ്ങാണ് വിളിക്കുന്നത്. തുഷാങ്ങാണെങ്കിൽ വിളിച്ച സമയത്ത് നീ ഏറ്റിലെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഹോങ്കോങ്ങിലാന്ന് പറയുന്നത് ഹീറോ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നേക്കുമെന്ന് പറഞ്ഞു. അതേസമയത്ത് തുഷാങ് പറയാണ് ഹീറോയുടെ ആ ഫോട്ടോ കണ്ട ഉടനെ തന്നെ എല്ലാവരോടും നിന്നോട് പറയാൻ ഞാൻ പറഞ്ഞതാണ്, പക്ഷേ നമ്മുടെ യുന്നാണ് അതിനെ എതിർത്തത്, അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ വിളിച്ചത് എല്ലാ കാര്യം നിന്നോട് പറയാനായിരുന്നു, പക്ഷേ നീ ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നന്നായെന്ന് പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ യുന്ന എന്തുകൊണ്ടാണ് എന്നോട് പറയേണ്ടതെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഹീറോയുടെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. അവൻ അത്ര ഗ്രേറ്റ് ആയിട്ടുള്ള കണ്ടീഷനിലൊന്നും അല്ലെന്ന് പറയുകയാണ്. എന്തായാലും നീ എത്തിയില്ലേ, ഉറപ്പായിട്ടും നീ അവനെ ഹെൽപ്പ് ചെയ്യും, നീ അവനെ പഴയ പോലെ ആക്കുന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് ഉറപ്പാന്നൊക്കെ പറയുവാണ്. ഇതേ സമയത്ത് ഓണറാണെങ്കിൽ അവൾക്ക് വേണ്ടിയുള്ള ഫുഡൊക്കെ ആയിട്ട് വന്നേക്കുവാണ്. ശേഷമാണെങ്കിൽ ഏതൊക്കെ ഹോട്ടലാണ് ബുക്ക് ചെയ്യേണ്ടത്, ഞാൻ അങ്ങോട്ട് നിനക്ക് ബുക്ക് ചെയ്ത് തരാം, ഡിസ്കൗണ്ടൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറയുകയാണ്. അതിന് ഞാൻ ഒരിടത്തും പോകുന്നൊന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ കഴിയാൻ പോകണമെന്ന് പറയുകയാണ്. ഹീറോ വരുന്നവരെ ഇവിടെ തന്നെ കഴിയുന്ന പറയുകയാണ്. നീ എന്തായാലും ഇവിടെ ഉള്ളിടത്തും കാലം അവൻ തിരിച്ചു വരാനുള്ള സാധ്യതയൊന്നുമില്ല, അവൻ ഒളിച്ചിരിക്കത്തേ ഉള്ളൂ, നീ എപ്പോഴാണോ പോകുന്നത് അപ്പോഴായിരിക്കും മിക്കവാറും ഹീറോ വരാൻ സാധ്യത എന്ന് പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ അവൻ എവിടെയായിരിക്കും ഒളിച്ചിരിക്കാൻ സാധ്യത എന്നൊക്കെ ഹീറോയിന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വേണം അങ്ങോട്ട് തന്നെ കൊണ്ടുവരാം, നീ എന്നോട് വന്നാൽ മതി, പെട്ടെന്ന് കഴിച്ചിട്ട് വരാൻ പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ ഹീറോയിനും ഒക്കെ പറയുകയാണ്. അതിൻ്റെ ഹീറോയിനാണെങ്കിൽ അവൻ്റെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. ഹീറോൻ തുടർന്ന് ചോദിക്കുന്നുണ്ട് ഹീറോയോട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവനിപ്പോൾ കൺസ്ട്രക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടെ നിന്നുള്ള സൈറ്റിലായിരിക്കും അവനിപ്പോൾ കിടന്ന് ഉറങ്ങുന്നതെന്ന് പറയുകയാണ്. കൺസ്ട്രക്ഷൻ സൈറ്റിലോ, അവിടെ എന്താ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ അവൻ യൂണിവേഴ്സിറ്റിയിലൊന്നും പഠിക്കാൻ പോയില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പഠിക്കാൻ പോയിരുന്ന എബ്രോഡിൽ പോയിരുന്ന എക്സാമോ അതൊന്നും അവൻ എഴുതി പാസ്സായില്ലെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ അവൻ എഴുതി പാസ്സായി നല്ല മാർക്കും വാങ്ങിച്ചു, പക്ഷേ അവനാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല, ചില സാമ്പത്തിക ബുദ്ധിമുട്ടിലൊക്കെ കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെയുള്ള അടുത്തൊരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അവൻ പഠിക്കുന്നുണ്ട്. അവൻ ടോപ്പർ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, അവൻ ഒത്തിരി ലീവൊക്കെ എടുത്താലും അത്ര പ്രശ്നമൊന്നും അവന് വന്നില്ല. അവൻ്റെ എന്തൊക്കെയോ ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ കൃത്യ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് നീ തന്നെ അവനോട് ചോദിക്കുന്നത് നല്ലത്. അതിനപ്പുറം വേറെയും കുറേ പണിയൊക്കെ ചെയ്യുന്നുണ്ട്, അതായത് ട്യൂട്ടർ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് പേരെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെ കാശ് കിട്ടുന്നോ അതെല്ലാം മേടിക്കാൻ നോക്കുന്നുണ്ട്. അവന് കുറേ ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ ഇത്ര ഒരു അളവ് കാശ് വേണമെന്ന് പറഞ്ഞ് പറയുമ്പോഴത്തേക്കും ഇത്രയും ക്യാഷൊക്കെ എന്തിനാണ് അവരെന്ന് പറയുകയാണ്. വീട്ടിലായിട്ടുള്ള കാര്യം നീ അവനോട് തന്നെ ചോദിക്കാൻ പറയുകയാണ്. അതുമാത്രമല്ല അവനെക്കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമുണ്ട്, കണക്കിന് നല്ല വിദഗ്ധനാണ്, അതുകൊണ്ടൊക്കെ തന്നെ എൻ്റെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ ഇത്രയൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ പറയുകയാണ്. പിന്നെ അവൻ്റെ മുറിയിൽ നിൻ്റെ ആ ഫോട്ടോ കണ്ടായിരുന്നു, അപ്പോഴത്തേക്കാണ് നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നീ അവൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന്. എങ്ങനെയെങ്കിലും നിങ്ങളെ ഒന്നിപ്പിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, അതുമാത്രമല്ല അവൻ്റെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുകയാണ്. ശേഷമാണെങ്കിൽ അവൻ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ആ ഭാഗത്തേക്ക് അവളെ കൊണ്ട് ഇറക്കി വിടുവാണ്. അവൾ ചെന്ന ഉടനെ ഹീറോയെ കാണുവാണ്. ഹീറോയെ കണ്ടപ്പോൾ ഹീറോയുടെ പേര് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഹീറോയെ അവളെയും കാണുവാണ്. സോ അവളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടി അവനോട് ഓടുവാണ്. ഹീറോയിനാണെങ്കിൽ അവനെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ കുറച്ചൊരു പരിധി കഴിയുമ്പോഴത്തേക്കും ഹീറോ കുറച്ചുകൂടെ ഫാസ്റ്റ് പോകുന്നു, ഫ്രണ്ടിൽ പോവാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവൾ ഓടി മടുത്ത് അവിടെ വീണ് പോവാണ്. ഇവൾ വീണെന്ന് കണ്ടതും ഹീറോ ആണെങ്കിൽ തിരിച്ച് വന്നിട്ട് അവളെ ഹെൽപ്പ് ചെയ്യാം. അതായത് ഇവൾ ഓൾറെഡി തലേ ദിവസം എ സി ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഭയങ്കര ചൂട് കാരണം ഒരു വക ക്ഷീണിച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഓടിങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവൾക്ക് തീർത്തും ടയേർഡായിപ്പോയി. ശേഷമാണെങ്കിൽ അവൻ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇന്നലത്തെ രാത്രി കാരണം എന്തോ ചൂട് കാരണമുള്ള പ്രശ്നമാണ്, നിനക്കറിയാലോ ഹോങ്കോങ്ങിലെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ പറയുന്നുണ്ട്. ഈ എ സിയുടെ പ്രോബ്ലമൊക്കെ കാരണമാണ് ഇത് സംഭവിച്ചത്, അതുകൊണ്ടാണ് അവൾക്ക് ഇത്രയും വയ്യാതൊക്കെ ആയെന്നൊക്കെ പറയുകയാണ്. ശേഷം ഈ കുറേ മരുന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനൊക്കെ ഡോക്ടർ പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ ആ ഹീറോയിൻ ഇതെല്ലാം കേട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്, എനിക്ക് ഒരു സ്മെല്ല് ഇഷ്ടമില്ല, നമുക്ക് തിരിച്ചാൽ പഴയ അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്, അവിടെ എ സി കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് അങ്ങോട്ട് നിന്നെ കൊണ്ടുപോകാത്തത്, നീ ഇവിടെ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ പറയുന്ന സമയത്ത് എനിക്ക് അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ തന്നെ റെസ്റ്റ് ചെയ്തിട്ട് നീ അങ്ങോട്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനല്ലേ, എനിക്കതറിയാം, നീ എൻ്റെ അടുത്ത് നോട്ട് രക്ഷണമെന്ന് പറ്റത്തുന്നില്ല, ഞാൻ എന്തായാലും നിന്നെ വിട്ട് പോകുന്നില്ലെന്ന് പറയണം. ഈ സമയത്താണെങ്കിൽ അവനും ഓക്കെ പറയുകയാണ്. ശേഷമാണെങ്കിൽ അവൻ അവളെ എങ്ങോട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ശേഷമാണെങ്കിൽ ഒരു ഹോട്ടൽ റൂമിൽ അവളെ താമസിപ്പിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കുള്ള നല്ല മയക്കത്തിലായതുകൊണ്ട് അവൾക്ക് നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് സൈൻ ചെയ്യാനോ ഒക്കെ ഒന്നും കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോഴത്തേക്കും ഇവൾ ഗേൾ ഫ്രണ്ടാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതെന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി ബോധമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എടുക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ്, അതായത് ഹോട്ടലിലേക്ക് അവർക്ക് റൂം കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ്. ശേഷമാണെങ്കിൽ അവൻ അവളെ തിരിച്ച് ഒരു ഗതിയില്ലാതെ
അവൻ്റെ ആ റൂമിലേക്ക് എന്നെ കൊണ്ടുപോകണം. അതേ സമയത്ത് അവൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഉറക്കത്തിലൊരു കാര്യം കേട്ടു, ഒരാൾ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നൊക്കെ പറയുന്ന കാര്യം നീയാണോ അത് പറഞ്ഞതെന്നൊക്കെ ചോദിക്കണം സമയത്ത് നിൻ്റെ ഉറക്കം മാത്രമാണ്, നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ വന്നത് എനിക്ക് അറിയത്തില്ല, ഉടൻ തന്നെ നീ തിരിച്ച് പോകണം നല്ലതെന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്തായാലും തിരിച്ച് പോകത്തില്ല, നീ വരാതെ എൻ്റെ ഒപ്പം നീ വരാതെ ഞാൻ എന്തായാലും പോകും, എൻ്റെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാതെ ഞാൻ എന്തായാലും പോകത്തില്ല എന്ന് പറയുന്നത്. ഹീറോ വല്ലാതെ തൊല്ല എന്ന രീതിയിലാണ് ഹീറോയിനെ അപ്പോൾ തോന്നുന്നത്. ഈ സമയത്താണെങ്കിൽ അവൻ പറയുന്നുണ്ട് എൻ്റെ സീനിയർ ആണെങ്കിൽ എന്നെ മേക്കപ്പ് ചെയ്യാനൊക്കെ പഠിപ്പിച്ചു, മസ്കാര ഇടാൻ, ഐലൈനർ ഇടാൻ, അങ്ങനെ എല്ലാ കാര്യവും പഠിപ്പിച്ചു. പക്ഷേ സ്റ്റിൽ ഞാൻ ലിപ്സ്റ്റിക് ഇടാനുള്ളതും അതുപോലെ തന്നെ ഹീലിടാനും തുടങ്ങിയിട്ടില്ലെന്ന് പറയുകയാണ്. അതേ സമയത്ത് അതിനെല്ലാം കാരണം നീയാണെങ്കിൽ അന്ന് തന്നിട്ട് പോയതുകൊണ്ട് തന്നെ എനിക്ക് നിൻ്റെ മുന്നിലല്ലാതെ എനിക്ക് ആരെടുത്തും അതിടാനായിട്ട് തോന്നുന്നില്ലെന്നൊക്കെ പറയുകയാണ്. അതേ സമയത്താണെങ്കിൽ അവനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. ശേഷം അവർ ഒരുമിച്ച് റൂമിലെത്തുകയാണ് ചെയ്യുന്നത്. എത്തിയ ഉടനെ തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും നിൽക്കുള്ളതുകൊണ്ട് അവനാണെങ്കിൽ താഴെ കടയിൽ പോയാണ് സ്റ്റോറിൽ പോയി വെള്ളം വാങ്ങിച്ചു. അപ്പോൾ അവളാണെങ്കിൽ ഇപ്പോൾ പോകണ്ടെന്ന് പറയുന്നുണ്ട്, അതായത് നീ ഒറ്റയ്ക്കാക്കിയിട്ട് പോലും ഇങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ടൊന്നും പോലെ വെള്ളം വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇപ്പോൾ വെള്ളം വാങ്ങിച്ചിട്ട് അവൾക്ക് മരുന്നെല്ലാം കൊടുക്കുകയാണ്. ഈ സമയത്ത് അവൾക്കാണെങ്കിൽ വല്ലാത്തൊരു ക്ഷീണവും അതുപോലെ തന്നെ ഭയങ്കര ചൂടൊക്കെ തോന്നുന്നുണ്ട്, എനിക്ക് കുളിക്കണം എന്ന് പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ അവനാണെങ്കിൽ ഓക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെയുള്ള ഒരു ബാത്റൂം, അതായത് ഇവർക്കെല്ലാം കോമൺ ആയിട്ടൊരു ബാത്റൂം എങ്ങാണ്ടാണ്, അവിടെ അവൻ പോയിട്ട് അത് ഭയങ്കരമായിട്ട് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ ഹീറോ വരുമ്പോഴത്തേക്ക് ഇവനാണെങ്കിൽ അത് കഴുകി വൃത്തിയാക്കുന്നതൊക്കെ കാണുവാണ്. അതായത് ഒരു ചെറിയ ഒരു മുറി, അതിനകത്ത് തന്നെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റോർ പോലെ കുറേ കാര്യങ്ങൾ, അതിൻ്റെ അങ്ങേയറ്റത്തായിട്ടാണ് ബാത്റൂം പോലെയുള്ളത്. അപ്പോൾ അതിനാണെങ്കിൽ ഡോറും വർക്കാകുന്നത് ലോക്കും ആകുന്ന സമയത്താണെങ്കിൽ ഇത് ലോക്ക് വർക്കാക്കാൻ വേണ്ടി ഞാൻ അന്നൊക്കെ ഒരാളെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എത്ര നേരം എടുക്കുന്നതിന് കുറച്ച് അധികം വന്നപ്പോഴത്തേക്ക് എന്നാൽ നീ പുറത്തേക്കാവോ, ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങാമെന്ന് പറയുന്ന സമയത്ത് അവന് ഓക്കെ പറയുകയാണ്. തുടർന്ന് അവൾ കുളിക്കുന്ന സമയത്ത് മൊത്തം ഹീറോയുടെ ഈ കണ്ടീഷൻ അവൻ്റെ ബുദ്ധിമുട്ടിലേക്ക് കാണുമ്പോഴത്തേക്കും അവൾ ശരിക്കും കരയുവാണ്. അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കാണുമ്പോഴത്തേക്കും അവൾ ശരിക്കും കരയുവാണ്. ശേഷമാണെങ്കിൽ അവൾ പുറത്തിടുന്ന ഉടനെ അവനും ഭയങ്കര ടയർഡായി കാണുന്നത്, നീ കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് ഹീറോയ്ക്കാണെങ്കിൽ കുളിക്കാനുള്ള സാധനമൊക്കെ കൊടുത്തിട്ട് അവളാണെങ്കിൽ പോവുകയാണ് ചെയ്യുന്നത്. അവൾ റൂമിൽ വന്നപ്പോഴത്തേക്കും ഇവൻ്റെ ഓരോ കണ്ടീഷനെ കുറച്ചൊക്കെ ഭയങ്കര സങ്കടമാവുകയാണ്. അതേ സമയത്ത് ഹീറോ ആണെങ്കിൽ തിരിച്ചു വരുവാണ്. തിരിച്ചു വന്ന സമയത്ത് അവനാണെങ്കിൽ കണ്ടിട്ട് അവൾ പറയുകയാണ്, അതായത് ഇപ്പം നീ പഴയ ആ സ്കൂളിൽ പഠിച്ച ഒരാളെ പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുകയാണ്. ഇല്ല, എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നു, എനിക്ക് മുഖത്തൊക്കെ ടാൻ വന്നു, ഒത്തിരി വ്യത്യാസമൊക്കെ വന്നു, പക്ഷേ എൻ്റെ കണ്ണിൽ എപ്പോഴും നീ ആ പഴയ ആളിനായിട്ട് എനിക്ക് തോന്നുന്നു, നിനക്കൊരു വ്യത്യാസമായിട്ട് തോന്നില്ലെന്ന് പറയുകയാണ്. ആ സമയത്ത് അതൊക്കെ ഒത്തിരി കാലം കഴിഞ്ഞു പോയി, എനിക്കിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കണ്ടീഷൻ വേറെ എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് വെറും 2 വർഷം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി പറ എന്താ നിനക്ക് ശരിക്കും സംഭവിച്ചത്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ആയത്, എന്താ നീ ഞങ്ങളോട് ഷെയർ ചെയ്യാത്ത കാര്യം, നിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഹീറോയിൻ ചോദിക്കുകയാണ്. ആ സമയത്ത് എനിക്കിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പറയാൻ തോന്നുന്നില്ല, നീ നാളെ തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഹീറോ ആണെങ്കിൽ പുറത്ത് എവിടെയെങ്കിലൊക്കെ പോയാണെങ്കിൽ കിടക്കാനായിട്ട് നോക്കുകയാണ്. അതേ സമയത്ത് ഹീറോയിനാണെങ്കിൽ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, പുറത്തേക്ക് പോകണ്ട, നീ ഇവിടെ അടുത്ത് കിടന്നോ, എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറയുകയാണ്. അതിനുശേഷം ഇവർ ഒരുമിച്ച് അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പറയുകയാണ്, ഇന്നലെ രാത്രി നീ പോയതിന് ശേഷം ഞാൻ ഒത്തിരിയധികം പേടിച്ചിരുന്നു, ഞാൻ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിവിടെ ഭയങ്കര പേടിയാണ്, പക്ഷേ എനിക്കിപ്പോൾ പേടി തോന്നുന്നില്ല, ഇപ്പോൾ എനിക്കൊരു വീട്ടിൽ കഴിയുന്ന ഫീലിനാണ് തോന്നുന്നു പറയുകയാണ്. ഇതൊരു വീടൊന്നുമല്ല, റെൻറ്റഡ് സ്ഥലമാണെന്ന് പറയുകയാണ്. റെൻറ്റഡ് സ്ഥലം നിനക്ക് എന്താണെന്നറിയോ വീടെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുകയാണ്. എന്തെന്ന് പറഞ്ഞാലും ഇതൊരു വീടല്ലെന്ന് പറയുന്ന സമയത്ത് വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, അതാണ് വീടെന്ന് പറയുന്നത്. എനിക്കിവിടെ ഭയങ്കര സേഫ്റ്റി ആയിട്ട് തോന്നുന്നുണ്ട്, സുരക്ഷിതമായിട്ട് തോന്നുന്നുണ്ട്, എനിക്കൊരു വീടായിട്ട് തന്നെ ഇവിടെ ഫീൽ ചെയ്യുന്നതെന്ന് പറയുകയാണ്. ഈ സമയത്താണെങ്കിൽ അവൻ ഭയങ്കര ടയർഡായതുകൊണ്ട് പതുക്കെ ഉറങ്ങി തുടങ്ങുവാണ്. ഇവളാണെങ്കിൽ ഇതേ സമയത്ത് അവനെ നോക്കിക്കൊണ്ട് തന്നെ കിടക്കുവാണ്. അതേ സമയത്ത് അവൻ ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അവൻ ഉറക്കപ്പിച്ചിലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നീ മടുത്തോ, ഇതൊക്കെ ചെയ്തിട്ട് നീ മടുത്തോ എന്ന് ഹീറോയിൻ ചോദിക്കുന്ന സമയത്ത് ഞാനും മടുത്തു, എനിക്ക് ഇരുന്ന് എങ്ങനെയും പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ലെന്ന് പറയുന്നത്. അതേ സമയത്താണെങ്കിൽ ഇവളാണെങ്കിൽ അവൻ്റെ മുഖത്തേക്ക് പിടിക്കാനൊക്കെ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഈ ഉറക്കത്തിൽ നിന്ന് ഏൽക്കണ്ട, എനിക്ക് അതായത് അവനെന്തോ സ്വപ്നത്തിൽ കാണുന്നുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാക്കുവാണ്. അതേ സമയത്താണെങ്കിൽ ഇതൊരു സ്വപ്നമൊന്നുമല്ല, ഒറിജിനലായിട്ട് ഞാൻ തന്നെ പിടിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഹീറോയിൻ ആണെങ്കിൽ ഹീറോയുടെ സ്വപ്നത്തിലുണ്ടെന്നുള്ള കാര്യം ഹീറോയിന് മനസ്സിലാണ്. പെട്ടെന്ന് തന്നെ അവൻ ഏൽക്കുവാണ്. ഏറ്റവും ഭയങ്കര നെർവസ് ആയിട്ട് ഇരുന്നപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ, എന്ത് നിൻ്റെ സ്വപ്നത്തിലെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അതായത് എന്നെപ്പറ്റിയല്ലേ കണ്ടത്, നമ്മളപ്പോൾ പിരിയുന്നതായിട്ടാണോ കണ്ടതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊന്നുമല്ല, എന്നോട് കള്ളം പറയണ്ട, എന്നെപ്പറ്റി തന്നെ നീ കണ്ടതെന്ന് പറയാണ്. അതേ സമയത്താണെങ്കിൽ അവൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് പ്രോമിസ് തന്നല്ലായിരുന്നു തിരിച്ചെന്തായാലും വരുന്നു, പിന്നെ എന്താ നീ റിജക്റ്റ് ചെയ്തിട്ട് പോയത്, എന്നെ വേണ്ടെന്ന് വെച്ചിട്ട് പോയതിന് റീസൺ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ അവൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അവനാണെങ്കിൽ വല്ലാത്ത ഒരവസ്ഥയിൽ അവൻ കരഞ്ഞു പോവാണ്. അപ്പോഴത്തേക്ക് അവൻ പുറത്തേക്ക് പോവാണ്. ഇത് കണ്ടതും ഹീറോയിന് ഭയങ്കര സങ്കടമാവുകയാണ്. അതായത് ഹീറോ ആണെങ്കിൽ ഒന്നും ഷെയർ ചെയ്യുന്നുമില്ല, അവൻ്റെ പ്രശ്നമൊന്നും അറിയത്തുമില്ല, പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ എന്തോ ഭയങ്കര അവന് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം ഹീറോയിന് മനസ്സിലാവണം. ഭയങ്കര സങ്കടമായിട്ട് അവനാണെങ്കിൽ ഫോളോ ചെയ്ത് പുറത്തേക്ക് പോവാണ്. അതിന് ശേഷമാണെങ്കിൽ
നാളെ ഞാൻ നിൻ്റെ കസിൻ്റെ ഭാര്യനും എന്തായാലും പോയി വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചേക്കുവാണ്. അവരുടെ ഒപ്പമായിരുന്നു നീ ഇവിടെ കഴിയുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ അവരോട് ചോദിച്ചോളാം എന്നൊക്കെ പറയുകയാണ്. അതേ സമയത്ത് നീ ആരെയും നാളെ വിസിറ്റ് ചെയ്യാനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല, നാളെ തന്നെ നീ തിരിച്ചു പോകണമെന്ന് പറയുന്ന സമയത്ത് ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ ആവശ്യം എന്താ, ഞാൻ എന്തായാലും പോകത്തില്ലെന്ന് പറഞ്ഞു. ഇതിലൊന്നും ആവശ്യമില്ല, നീ പോയി കാണേണ്ട ആവശ്യമില്ല, എൻ്റെ കസിനെ കാണേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ലെന്ന് പറയുകയാണ്. എന്തായാലും എൻ്റെ കസിനാണ് എനിക്ക് ലിപ്സ്റ്റിക്കും വാങ്ങിച്ചു തരാനും അതുപോലെ തന്നെ ഹീൽസൊക്കെ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ എനിക്ക് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിക്കാമല്ലോ, എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. സമയത്ത് അതൊന്നും വേണ്ട, നീ എന്നോട് പറഞ്ഞില്ല നീ തിരിച്ചു പോകണം എന്നല്ലെന്ന് ഹീറോ പറയുന്നത്. ഈ സമയത്ത് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചെറുപ്പത്തിലാണെങ്കിൽ നിനക്ക് ഒളിമ്പ്യാഡ് എഴുതാൻ താല്പര്യമില്ലാണ്ട് നിൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം നീ ചെയ്തു. നിൻ്റെ ഇഷ്ടങ്ങൾ നീ അവരോട് പറയാതിരുന്ന് നീ കഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവസാനം നീ എബ്രോഡിൽ പഠിക്കുക, നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞ് ഫ്രീഡം ഒക്കെ നേടിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഇങ്ങനെ കഴിയുന്നു. എന്താ നിൻ്റെ ശരിക്കുള്ള പ്രശ്നം? നിനക്കിന്ന് പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ? എന്താണ് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നത്, ഇതിൽ നിന്നൊക്കെ പുറത്ത് പോകണമെന്ന് ആകില്ലെന്ന് ചോദിക്കുവാണ്. അതേ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ നിനക്ക് ഒട്ടും പെർഫെക്റ്റ് ആയിട്ടൊരാളല്ല. എൻ്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ നിന്നെ സഫർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ എന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞതെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് ഹീറോയിൻ പറയുകയാണ്, ആരും ഒരിക്കലും പെർഫെക്റ്റ് ആകത്തില്ല, ഒരിക്കലും ഒരാൾക്ക് പെർഫെക്റ്റായിട്ട് ജീവിക്കാനും പറ്റത്തില്ല, അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് നീ ആപ്റ്റായ ആൾ തന്നെയാണെന്ന് ഹീറോയിൻ പറയുന്ന സമയത്താണെങ്കിൽ ഞാൻ ആ പെർഫെക്റ്റിനെ പറ്റിയല്ലാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഒപ്പം നിനക്ക് കഴിയാനായിട്ട് പറ്റില്ല, ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടോടെയാണ് കടന്നു പോകുന്നതെന്ന് നീ മനസ്സിലാക്കി. ഞാൻ പഴയ ആ ആളെ അല്ല, നീ എന്നെ മറക്കാനായിട്ട് ശ്രമിക്കണം, നീ പുതിയൊരു ലൈഫ് തുടങ്ങുന്നതൊക്കെ ഹീറോ ഇങ്ങനെ പറയുകയാണ്. അതേ സമയത്താണെങ്കിൽ ഓക്കെ ഞാൻ പുതിയ ലൈഫ് തുടങ്ങാം, അപ്പോൾ നീ എന്ത് ചെയ്യും, നീ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചേക്കണമെന്ന് ചോദിക്കുകയാണ്. ഓക്കെ ഞാൻ നിന്നെ വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നീ ഇതുപോലെ തന്നെ തുടങ്ങത്തല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കണം. ആ സമയത്ത് ഹീറോ പറഞ്ഞു, നീ മനസ്സിലാക്ക്, എനിക്ക് ഒരു ലവ് ചെയ്യാനുള്ള അതിനുള്ളൊരു ആപ്റ്റോ അല്ലെങ്കിൽ എൻ്റെ കണ്ടീഷനൊന്നും അല്ല ഞാനിപ്പോൾ ഒന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ ഹീറോയിൻ പറയുകയാണ്, ആർക്കും ലവ് ചെയ്യാനൊരു പ്രത്യേക ഒരു ക്വാളിഫിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ലെന്നൊക്കെ ഹീറോയിൻ പറയുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ അവൾ പറയുകയാണ്, ഞാൻ നിൻ്റെ അച്ചീവ്മെൻറ്റുകൾ, നിൻ്റെ ട്രോഫികൾ അല്ലെങ്കിൽ നിൻ്റെ മെഡലുകളൊന്നും അല്ല ഇഷ്ടപ്പെട്ട, നിന്നെ ഇഷ്ടപ്പെട്ട, എനിക്ക് നിൻ്റെ ക്യാരക്ടർ തന്നെയാണ് ഇഷ്ടം. എനിക്ക് നീ ഇപ്പോൾ വലിയൊരാളൊന്നും അല്ല, വലിയ യൂണിവേഴ്സിറ്റിയിലൊന്നും അല്ല പഠിക്കട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ളൊരു കാര്യമല്ലെന്ന് ഹീറോയിൻ പറയുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കേട്ട ഹീറോ പറയുകയാണ്, നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഞാൻ തിരിച്ചു വന്നേക്കാമെന്ന് പറയുകയാണ്. എന്താ നീ എപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് വെയിറ്റ് ചെയ്യുക, എത്ര കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നീ പറയണത്? ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല, നീ മനസ്സിലാക്കുന്ന പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ അവനും പറയുന്നുണ്ട്, നീ അന്നേയും മനസ്സിലാക്ക്, എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഇതുപോലെയാണ് അവൻ പറയുന്നുണ്ട്. നീ എന്താണ് ധൈര്യത്തോടെ എല്ലാം മുന്നോട്ട് നീക്കാൻ നോക്കുന്നത്? നിനക്ക് നിൻ്റെ അമ്മയുടെ ധൈര്യത്തോടെ കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പണ്ടേ ആ കാര്യമെല്ലാം തീർന്നത്, അതായത് ഒളിമ്പ്യാഡ് പഠിക്കേണ്ട ആ പ്രശ്നങ്ങളൊന്നും എനിക്ക് വരത്ത് പോലും ഇല്ലായിരുന്നു. നീ ധൈര്യത്തോടെ ഒന്നും ചെയ്യാനായിട്ട് തയ്യാറാകാത്തതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇപ്പോഴും നിനക്ക് ആ ധൈര്യം വന്നിട്ടില്ലെന്ന് ചോദിക്കുകയാണ്. എനിക്ക് മടുത്ത് കഴിഞ്ഞു, നിന്നോട് പറഞ്ഞ് ഞാൻ ഒരു പരിധിയായി, എനിക്ക് മടുത്തു കഴിഞ്ഞു, എനിക്കിനി വയ്യ, ഇനി എനിക്ക് നിന്നെ വെയിറ്റ് ചെയ്യാനും പറ്റുന്നില്ല, നീ ഇങ്ങനെ പൊട്ടത്തരം കാണിച്ചുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കാൻ പറയുകയാണ്. അതായത് എനിക്കിനി വയ്യ, എനിക്ക് 20 വയസ്സായി, എനിക്കിനി എൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും, ഞാനൊരു കുഞ്ഞൊന്നുമല്ല, ഒരു പരിധി അപ്പുറം ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തു, ഞാൻ ഇനി മണ്ടിയായിട്ട് നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നെക്കൊണ്ട് പറ്റത്തില്ല, നീ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, നീ അച്ചീവ്മെൻറ്റ് നേടിക്കോ, നീ വിജയിക്കോ, നീ എന്തെങ്കിലും പോയി ചെയ്യുക, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാനും മാറുവാണ്, ഞാൻ മൂവ് ഓൺ ആകാൻ തീരുമാനിച്ചു, നീ നിൻ്റെ പോലെ ജീവിച്ചു, ഞാൻ എൻ്റെ പോലെ ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ റൂമിൽ പോയി പെട്ടിയൊക്കെ പാക്ക്. സോ ഇവിടെ വെച്ചാണ് നമ്മൾ ഈ എപ്പിസോഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ ബെല്ലൈക്കൻ കൂടി അമർത്തിക്കൊള്ളുക. എങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലുള്ള നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ.